ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ആനക്കുളം. മൂന്നാറിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററോളം അകലമുണ്ട് ഈ മാൻകുളം ആനക്കുളം എന്ന സ്ഥലത്ത്. ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വണ്ടിയെടുത്ത് നേരെ മാൻകുളം ലക്ഷ്യമിട്ട് പോയി. അവിടുത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചപ്പം അവിടെ ആന വെള്ളം കുടിക്കാൻ വരികയും കൂടുതൽ നമുക്ക് കാട്ടാനയെ കൂടുതൽ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആനച്ചാലയിൽ നിന്നും 2 മൈൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. ആ വഴി നേരെ മാങ്കുളത്ത് ചെന്ന് മാങ്കുളത്തു നിന്നും ഏകദേശം 2-3 കിലോമീറ്ററോളം വ്യത്യാസം ഉണ്ടായിരുന്നു ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ ആനക്കുളത്തെത്തി. ആനക്കുളത്ത് നിന്ന് ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നല്ല ക്രൗഡുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടെയാണ് ആന വന്ന് വെള്ളം കുടിക്കണേന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അറിയത്തില്ലായിരുന്നു ഇവിടേക്ക് ഇത്രയും അടുത്ത് പോയി നിൽക്കാൻ ആയിരുന്നു. പിന്നെ ആരാണ്ടൊക്കെ എടുത്തു വെച്ച കുറേ കല്ല് പിറക്കി അങ്ങനെ ഇരുന്നു സമയം ഇങ്ങനെ നോക്കി ഈ ആനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം 4 മണി കഴിഞ്ഞപ്പോൾ ആന വരുമെന്നും പറഞ്ഞ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമ്മളെ അവിടെ നിന്ന് റോഡിലേക്ക് മാറ്റി റോഡിൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞ്. പക്ഷെ നമ്മളിങ്ങനെ നോക്കി ഇരുന്നു. ടൈം കുറേ ആയി. അറൗണ്ട് 4 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാണ്. ഞങ്ങൾ വന്നത് ഒരു 3 മണിയോളം ആയപ്പോൾ നമ്മൾ വന്നു. 3 മണിക്ക് നമ്മൾ വന്നു. 4 മണി, 5 മണിയായി, 6 മണിയായി. എല്ലാവരും വെയിറ്റിംഗ് ആണ് ആനയ്ക്ക് വേണ്ടി. അവസാനമാണ് അറിഞ്ഞത് ആന വരികയില്ല. ആന വരികയെന്നല്ല, ആന ഭയങ്കര ലേറ്റായിരുന്നു വരാൻ. അതുകൊണ്ട് ഞങ്ങൾ അവസാനം നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലായപ്പോൾ എല്ലാവരും പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളും പതുക്കെ അവിടെ നിന്ന് പോന്നു. നമ്മൾ സങ്കടമുണ്ട്. ബട്ട് നമ്മൾ എന്തായാലും അടുത്ത പ്രാവശ്യം പോയി ആനയുടെ വീഡിയോയും എല്ലാം എടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ.